സെക്ടർ 2 പാണൻകായം ഫോറസ്റ്റ് ഏരിയ. പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ വൈൽഡ് എലിഫൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ ഏരിയ നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ്, പക്ഷെ ഒന്നുകൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അവിടെ നാട്ടിലുള്ള വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തും. നാട്ടിലുള്ള 10 വോളണ്ടിയേഴ്സ് ആ തെരച്ചിൽ പങ്കെടുക്കും. NDRF 10, ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 10, പോലീസ് 10, ഫോറസ്റ്റ് 10, പിന്നെ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാരായിട്ടുള്ള 10 പേര്. അങ്ങനെ 50 പേരുടെ ഒരു ടീമാണ്. ആദ്യത്തേത് 60 പേരുടെ ടീമാണെങ്കിൽ ഇത് 50 പേരുടെ ഒരു ടീമാണ്. പിന്നെ സെക്ടർ 3 ഇപ്പൊ പറഞ്ഞ പാനൻകയം മുതൽ പൂക്കോട്ടുമന വരെയാണ്. പോലീസ് 10, വോളണ്ടിയേഴ്സ് 20, അങ്ങനെ ഒരു 30 പേരുടെ ടീമാണ്. പിന്നെ പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയാണ് 4ാമത്തെ സെക്ടർ. അവിടെ മാൻ പവർ പോലീസ് 10, വോളണ്ടിയേഴ്സ് 20, അങ്ങനെ 30 പേരാണ്. 5 സെക്ടറുകളായിട്ടാണ്. 5ാമത്തെ സെക്ടർ ഏറ്റവും അവസാനം കുമ്പളപ്പാറ വരെയാണ്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ. മാൻ പവർ ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 5, പോലീസ് 10, ഫോറസ്റ്റ് 10, വോളണ്ടിയേഴ്സ് 15, അങ്ങനെ 40 പേരുടെ ഒരു ടീമാണ്. ചാലിയാറിൽ തുടർച്ചയായ പരിശോധന നടത്തിയാണ്. അതിൽ NDRFന്റെ സഹായം, ഫയർഫോഴ്സിന്റെ സഹായം, പോലീസിന്റെ സഹായം, ഫോറസ്റ്റിന്റെ സഹായം, പിന്നെ വോളണ്ടിയർമാരുടെ സഹായം, എല്ലാ നിലയിലും ചാലിയാറിലെ പരിശോധന നടന്നു. എന്നാൽ ഇനിയും നമ്മൾ ഈ നിലയിലൊരു പരിശോധന നടത്തുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാളും 2 ദിവസം ഇതുപോലെ വളരെ പ്ലാൻഡായിട്ട് നമ്മളിതൊക്കെ നടത്തുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുമുണ്ട്. പിന്നെ താൽക്കാലിക പുനരധിവാസമാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിൻ്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു, ഒരു സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ വരെ 125 വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് 253ആയി, 253. 253 വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, 100ഓളം വാടക വീടുകളുടെ ഓഫർ വേറെയും വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.